ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 103. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 44 അനുവാദം മുമ്പ് സൂക്തം 44. ഇവിടെ ദേവത അഗ്നിയാണ്, ഊർജമാണ്. അഗ്നിയെ ഊർജമായിട്ട് കാണാം. ഊർജത്തിന് പല രൂപങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരണമാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തേൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44-1. ഋഷി കണ്ണോപുത്രൻ പ്രസ്കണ്വൻ ദേവത അഗ്നി ഛന്ദസ് ബൃഹതി തിഷ്ടുപ്പ്. അഗ്നേ വിവസ്വദ് ഉഷസശ്ചിത്രം രാധോ അമർത്യ ആദാശുഷേ ജാതവേദോപഹ ത്വമദ്യ ദേവാം ഉഷർബുധഹാം. സർവഭൂതങ്ങളുടെ ജ്ഞാതാവും അവിനാശിയുമായ അഗ്നി ഹവിർദാതാവിനു വേണ്ടി വിഭിന്നമായ ഐശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. പ്രഭാതകാലത്തിൽ ഉണരുന്നവരായ ദേവതകളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ പറയുന്നത് അഗ്നി അവിനാശിയാണ്. അഗ്നിയെ അല്ലെങ്കിൽ ഊർജത്തെ നശിപ്പിക്കാൻ കഴിയില്ല. ആദ്യത്തെ ആധുനിക സയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാമെന്നല്ല, ദ്രവ്യമായിട്ടും മാറ്റാം. ദ്രവ്യം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഊർജം. അപ്പം എല്ലാവും അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ സർവഭൂതങ്ങളുടെ ജ്ഞാതാവുമാവുന്നു. എല്ലാ ഭൂതങ്ങളെ പറ്റിയും അതിന് നല്ല വിവരമുണ്ട്. അതിന് അഗ്നിക്ക് വൈദ്യുതോർജമായിട്ട് മാറാനുള്ള ജ്ഞാനമുണ്ട്. പ്രകാശോർജമായിട്ട് മാറാൻ അറിയാം, വൈദ്യുതിയായിട്ട് മാറാൻ അറിയാം, തരംഗരൂപത്തിൽ ഒഴുകാൻ അറിയാം. വേണമെങ്കിൽ എല്ലാതരം ദ്രവ്യങ്ങളെല്ലാം ഊർജത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത് കണങ്ങളായി മാറി ദ്രവ്യങ്ങളായി. അപ്പം എല്ലാ ജ്ഞാനം സർവഭൂതങ്ങളുടെയും അറിവ് ഉള്ളതാണ് അഗ്നി. അതിനെ വല്ലതും അർപ്പിക്കുകയാണെങ്കിൽ, ഹവിസ് അർപ്പിക്കുകയാണെങ്കിൽ, അഗ്നിയിൽ എന്തെങ്കിലും അർപ്പിക്കുകയാണെങ്കിൽ അത് വിഭിന്ന ഐശ്വര്യങ്ങളെ നൽകും. നമുക്ക് പലതരം ഐശ്വര്യങ്ങളുണ്ട്. അരിയും വെള്ളവും കൊടുക്കുകയാണെങ്കിൽ ചോറ് തരും. സാമ്പാറിൻ്റെ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സാമ്പാറാക്കി തരും. ഇരുമ്പുരുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കാറിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കി തരും. അത് എന്തോ നമുക്ക് ഐശ്വര്യം, അതുകൂടെ നമുക്ക് ഐശ്വര്യമുണ്ടാകും. അത് പ്രഭാതകാലത്ത് തന്നെ ഉണരുന്നു. രാവിലെ മുതൽ എന്ന അർത്ഥമാണ്. നമ്മൾ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ അഗ്നിയിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് കട്ടുമ്പോൾ എണീക്കട്ടിക്ക് തന്നെ ഊർജം വേണം. ഊർജം ഉണ്ടെങ്കിലേ കട്ടുമ്പോൾ എണീക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചതിൽ നിന്നുള്ള ഊർജമാണ് അത് ഉപയോഗിക്കുന്നത്, എഴുന്നേൽക്കാൻ. അപ്പം പ്രഭാതത്തിൽ മുതൽ അത് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതെന്നിട്ട് എല്ലാ ദേവതകളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. ദേവത എന്ന് പറഞ്ഞാൽ മറ്റുള്ള വസ്തുക്കളെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് വേണ്ട വസ്തുക്കളാക്കി തരും. ഉദാഹരണമായിട്ട് കത്തണ്ടിക്കിൽ നമ്മൾ വിറകിൻ്റെ അടുത്ത് അഗ്നിനെ ആക്കിക്കഴിഞ്ഞാൽ ആ അഗ്നി വായുവിനെ വലിച്ച് അടുത്തു കൊണ്ടുവരും. വായുവിനെ വലിച്ച് അടുത്തുകൊണ്ട് അതിൻ്റെ ആ വിറകുമായിട്ട് കൂടിച്ചേർപ്പിച്ചിട്ടാണ് വിറക് കത്തുന്നത്. വിറക് കാർബണായിട്ട് മാറും. പിന്നെ ഉണ്ടാകുന്ന പുക രൂപത്തിൽ പുറത്തേക്ക് പോകും. ഇനി രണ്ടിലെന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44-2. ജുഷ്ടോ ഹി ദൂതോസി ഹവ്യവാഹനോഗ്നി രഥീരധ്വരാണാം സജൂരശുഭ്യാമുഷസ സുവീര്യമസ്മേ ധേഹി ശ്രവോ ബൃഹത്. അഗ്നി ദേവദൂതനും ഹവിർ വാഹകനും യജ്ഞത്തിൻ്റെ രഥരൂപവും ആണ്. അഗ്നി അശ്വിനി കുമാരന്മാരോടുകൂടി അതുപോലെ ഉഷസ്സിനോടും കൂടി
പരാക്രമയുക്തനായി ഞങ്ങളെ ഐശ്വര്യവാന്മാർ ആക്കുന്നു. അഗ്നി വാസ്തവത്തിൽ ദേവദൂതനാണ് എന്ന് പറയാണ്. ദേവന്മാർക്കെല്ലാം ദൂതെത്തിക്കുന്നത് അഗ്നിയാണ്. ദേവന്മാർക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യർക്ക് എല്ലാത്തിനും ദൂതെത്തിക്കുക, സന്ദേശം എത്തിക്കുക. നമുക്ക് ഒരു സന്ദേശം ഇവിടെ നിന്ന് അമേരിക്കയിലെ ആർക്കും കണ്ടിക്കൽ മൊബൈലിലൂടെയെല്ലാം പറയുമ്പോൾ ഊർജമാണ്, തരംഗരൂപത്തിലുള്ള ഊർജമാണ് അവിടെ എത്തിക്കുന്നത്. ഹവിർ വഹിച്ചു കൊണ്ടുപോകും. ഹവിർ വഹിച്ചു കൊണ്ടുപോകുക അഗ്നി. നമ്മളിപ്പോൾ ഹവിർ എന്തെങ്കിലും വഹിച്ചു കൊണ്ടുപോകുക എന്ന് വെച്ചാൽ, നമ്മൾ ചൂടാക്കുമ്പോൾ ആ ചൂട് എന്ത് ചെയ്യും, വെള്ളത്തെ വഹിച്ച് മുകളിലോട്ടേക്ക് കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? അടിയിൽ ചൂടാക്കിയാൽ, വെള്ളത്തിൻ്റെ അടിയിൽ ചൂടാക്കിയാൽ അടിയിൽ ചൂട് തട്ടുമ്പോൾ ആ ചൂട് പിടിച്ച വെള്ളത്തെ അത് വലിച്ച് മുകളിലേക്ക് പോകും. ചൂട് പിടിച്ച വായുവിനെ പൊന്തിച്ചങ്ങ് മുകളിലോട്ടേക്ക് കൊണ്ടുപോകും. അപ്പം ഹവിർ വഹിക്കും. അല്ലെങ്കിൽ നമ്മളെ ശബ്ദങ്ങളെല്ലാം ഈ തരംഗരൂപത്തിലുള്ള സിഗ്നല് നമ്മൾ സംസാരിക്കുന്നത് ആ കാരിയർ വേവ് തരംഗം വലിച്ചു കൊണ്ടുപോകും. എല്ലാ യജ്ഞത്തിൻ്റെ രഥരൂപമാണ്. രഥം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നതാണ്. അഗ്നി ഉണ്ടാകുമ്പോൾ എല്ലാം ചലനാത്മകമാണ്. തീ കത്തുമ്പോൾ ചുറ്റുമുള്ള വായു എല്ലാം ചലിക്കാൻ തുടങ്ങും. പുക മുകളിലോട്ടേക്ക് പോകും, കാറ്റ് തീൻ്റെ അടുത്തേക്ക് വരും. അപ്പം രഥരൂപമാകും. അത് അശ്വിനി കുമാരന്മാരോടും ഉഷസ്സോടും കൂടി. അശ്വിനി കുമാരന്മാർ എന്ന് പറഞ്ഞാൽ ബലങ്ങളാണ്. അപ്പോൾ ബലമുണ്ട്, അഗ്നിക്ക് ബലമുണ്ട്. അഗ്നിയുടെ ബലമാണ് നമ്മൾ ഈ വണ്ടീനെല്ലാം ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ നിന്നുള്ള ഊർജത്തെയാണ് നമ്മൾ വായു രൂപത്തിലാക്കിയിട്ട് ചലിപ്പിക്കുന്നത്. അപ്പോൾ അശ്വിനി കുമാരന്മാർന്ന ബലങ്ങളാണ്. അതിൽ നിന്ന് തന്നെയാണ് എല്ലാ ബലങ്ങളും. നമ്മൾ കൈ ചലിപ്പിക്കുന്നതും അശ്വിനി ബലങ്ങളാണ്. ഇതിൻ്റെ പിന്നിലുള്ളതും അഗ്നിയാണ്. ഉഷസ്സോട് കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ്റെ കൂടെ വരുന്നതും അഗ്നി തന്നെയാണ്. അഗ്നിയുടെ സ്രോതസ്സാണ് സൂര്യൻ. അപ്പോൾ ഉഷസ്സിൽ സൂര്യൻ അതിൻ്റെ ഊർജത്തോടു കൂടി വരികയാണ്. ഇതിനു വേണ്ടി നമ്മളെ ഐശ്വര്യമുള്ളവരാക്കാൻ വേണ്ടിയിട്ട് എല്ലാം അഗ്നിയുടെയാണ് നമ്മൾ ഐശ്വര്യം നേടുന്നത്. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 44-3. അദ്യാഭൂതം വൃണീമഹേ വസും അഗ്നിം പുരുപ്രിയം ധൂമകേതും പായൃജീകം വൃഷ്ടിഷു യജ്ഞ നാമധ്വരശ്രിയം യജ്ഞാനാം അധ്വരശ്രിയം. ധനവാനും പ്രിയനും ധൂമധ്വജനും ഉഷകാലത്തിൽ പ്രശോഭിക്കുന്ന യജ്ഞങ്ങളിൽ യജ്ഞസ്വരൂപത്തിൽ ശോഭിക്കുന്നവനുമായ അഗ്നിയെ ഞങ്ങൾ ദൗത്യകർമ്മങ്ങൾക്കായി നിയോഗിക്കുന്നു. അഗ്നി ധനവാനാണ്. നമുക്ക് ധനം നേടിത്തരുന്നത് അഗ്നിയാണ്. അഗ്നിയിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് വിറ്റിട്ടെല്ലാം നമ്മൾ കാശ് ഉണ്ടാക്കുന്നത്. പ്രിയനാണ്, നമുക്ക് പ്രിയപ്പെട്ടവനാണ് അഗ്നി. അഗ്നി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വൈദ്യുതി ഊർജത്തിൻ്റെ വേറൊരു രൂപം. ധൂമജ്വലനാണ്. പുക രൂപത്തിൽ അത് മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഉഷകാലത്തിൽ രാവിലെ അത് പ്രശോഭിക്കും. അത് രാവിലെ എത്തുമ്പം നമുക്ക് ചൂടല്ല വരുന്നത്, സൂര്യൻ്റെ വെളിച്ചമാണ് വരുന്നത്. ഉഷകാലത്തിൽ പ്രകാശിക്കും. അപ്പം പ്രകാശം തരുന്നുണ്ട്. വേറെ പല രൂപത്തിൽ പുക രൂപത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ അഗ്നി നമ്മളെ സഹായിക്കുന്നുണ്ട്. യജ്ഞരൂപത്തിൽ സുശോഭിക്കും. നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ശോഭിച്ചു നിൽക്കുന്നത് അഗ്നിയാണ്. നമുക്ക് കർമ്മം ചെയ്യേണ്ടി അഗ്നി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അഗ്നിയാണ് കർമ്മത്തെ എല്ലാം മാറ്റിമറിച്ച് പുതിയ വസ്തുക്കളാക്കിയിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ നമ്മുടെ യജ്ഞങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കുവാൻ വേണ്ടി നിയോഗിക്കുകയാണ്. ഒരു ചോറ് വെക്കുമ്പോൾ അഗ്നിയെ നമ്മൾ അവിടെ നിയോഗിക്കും. നീ അരിയും വെള്ളത്തിലൊന്ന് ചോറാക്കിത്ത എന്ന് പറയുന്നുണ്ട്. പിന്നെ 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 44-4. ശ്രേഷ്ഠം യവിഷ്ടം അതിഥിം സ്വാഹുതം ജുഷ്ടം ജനായ ദാശുഷേ
ദേവാം അച്ഛയാദവേ ജാതവേദസം അഗ്നിമീളെ വൃഷ്ടിഷു. നിത്യ യുവത്വത്തോട് കൂടിയവനും അതിഥിയും യജമാനന് വേണ്ടി സന്തുഷ്ടനാകുന്നവനും സർവഭൂതങ്ങളുടെയും ജ്ഞാതാവുമായ അഗ്നിയെ ഞാൻ ഉഷകാലത്തിൽ സ്തുതിക്കുന്നു. 4 പറയാണ് നമ്മൾ ഈ ഉഷസ്സിനെ, നമ്മൾ ഈ അഗ്നിയെ ഉഷകാലത്തിൽ, ഉഷസ് അപ്പം സൂര്യനുമായിട്ട് ഉദിച്ചു വരുന്ന ആ സമയത്ത് മുതൽ നമ്മൾ അഗ്നിയെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത്? അത് നിത്യ യുവാവാണ്. അഗ്നി എപ്പോഴും യുവാവാണ്, അതിന് പ്രായമാവില്ല. ഏത് കാലത്തും അഗ്നി യുവാവിൻ്റെ മാല എന്ത് കർമ്മം ചെയ്യാനും ആരോഗ്യവാനാണ്, യുവാവിനെ പോലെ. അതിഥിയാണ്, എപ്പോഴും നമ്മളടുത്ത് കയറി വരും. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അവിടത്തേക്ക് കയറി വരും. നമുക്ക് സംസാരിക്കണ്ടെങ്കിൽ ഊർജം അവിടത്തേക്ക് കയറി വരും. അപ്പം എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിഥി പോലെ അത് നമ്മൾ വിളിക്കാതെ തന്നെ കയറി വരും. യജമാനനെ എന്നിട്ട് എന്ത് ചെയ്യും? സന്തുഷ്ടനാക്കും. യജമാനൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചിട്ട് സന്തുഷ്ടനാക്കും. ഇപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നല്ലോണം സംസാരിച്ചാൽ നമ്മൾ സന്തുഷ്ടനാകും. സംസാരിക്കാൻ സഹായിക്കുന്ന എന്താണ്? രക്തത്തിലൂടെ വരുന്ന ആ അഗ്നി അല്ലെങ്കിൽ ഊർജം. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 44 5. സ്തവിഷ്യാമി സ്ത്വാമഹം വിശ്വസ്യാമൃത ഭോജന അഗ്നേ ത്രാതാരമൃതം മിയേ ത്വയജിഷ്ടം ഹവ്യവാഹന. അവിനാശിയും പോഷകനും ഹവിർവാഹവനും പൂജ്യനും രക്ഷകനുമായ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു. 5 പറയുകയാണ്, രക്ഷകനായ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്തുകൊണ്ട്? അത് അവിനാശിയാണ്, അത് ഒരിക്കലും നശിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. പക്ഷേ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. പോഷകനാണ്, നമ്മളെ പോഷിപ്പിക്കും. നമ്മളെ പോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആക്റ്റീവാക്കും. അരിയെ വണ്ടിക്കൽ പോഷിപ്പിച്ചിട്ട് ചോറാക്കിത്തരും. അങ്ങനെ വേറെ ഇരുമ്പിനെ പോഷിപ്പിച്ചിട്ട് കാറിൻ്റെ ഭാഗങ്ങളാക്കി മാറ്റിത്തരും. അങ്ങനെയെല്ലാം ഹവിർ വഹിച്ചു കൊണ്ടുപോകും. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വഹിച്ചു കൊണ്ടുപോകും. ഇപ്പം ട്രെയിനിൽ ട്രെയിനിലുള്ള എല്ലാവരെയും വലിച്ചു കൊണ്ടുപോകുന്ന എന്താണ്? അഗ്നിയിൽ നിന്നുള്ള ഊർജ്ജമാണ്. പണ്ടത്തെ ആവി എഞ്ചിനാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഡീസലോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഇന്ധനം എരിയുമ്പോഴുള്ള ഊർജ്ജമാണ് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്നത്. പൂജ്യനുമാണ് അത്. അതിനെ അതുകൊണ്ട് പൂജിക്കണം. അഗ്നിയെ തന്നെയാണ് പൂജിക്കേണ്ടത്. വേറെ ആരാണ് പൂജിക്കേണ്ടത്? നമുക്ക് വേണ്ട സഹായം ചെയ്തു വരുന്നത് അഗ്നിയാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ഇതും വെച്ചിട്ട് വെറുതെ അവിടെ മെഴുകുതിരി എന്തും കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും നമ്മൾ ഒരു കാര്യം സാധിക്കില്ല. സാധിക്കണ്ടെങ്കിൽ അഗ്നിയുടെ സഹായത്തിൽ എന്തെങ്കിലും കർമ്മം ചെയ്താൽ നമ്മളെ കാര്യം സാധിപ്പിച്ചു കിട്ടും. എന്ത് കാര്യം ചെയ്യേണ്ടെങ്കിൽ അഗ്നി ഇല്ലാതെ നടക്കില്ല. വേറെ ഒരു ദേവനെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അഗ്നി ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ അഗ്നി പോയി കഴിഞ്ഞാൽ നമ്മൾ ചത്തും, നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് പോയാൽ. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 44 6. സുശംസോ ബോധി ഗൃണദേയവിഷ്ടമധുജിഹ്വ സ്വാഹുദഃ പ്രസ്കണ്വസ്യ പ്രതിരന്നായുർ ജീവസേ നമസ്യ ദൈവം ജനം. സ്തുത്യനും മധുര ജിഹ്വയോടു കൂടിയവനും സരളമായി പ്രാപ്യനും ആയ അഗ്നി സ്തോതാവിൻ്റെ നേരെ ശ്രദ്ധ പതിപ്പിക്കുന്നു. ആയുസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദേവകളെ പൂജിക്കുന്നു. അതിൽ പറയാണ് യുവാവായ അഗ്നി. അഗ്നി എപ്പോഴും യുവാവാണ്. നല്ല പ്രസരിപ്പുള്ളൊരു ശക്തിയാണ് അഗ്നി. അതിനെ സ്തുതിക്ക് അർഹനാണ്. അതിനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. പിന്നെയോ സരള രീതിയിൽ അവനെ പ്രാപിക്കാം. അഗ്നിയെ പ്രാപിക്കാൻ അത് ലഭിക്കുവാൻ വേണ്ടി മധുര ജിഹ്വയോടുകൂടി അതിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല.
തീപ്പെട്ടി എടുത്തൊന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അഗ്നി അവിടെ വരും. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പാടാടെ അഗ്നി വരും. എവിടെ വേണ്ടിക്കലും നമ്മളൊന്ന് കൈ തമ്മിൽ 2 വിരൽ തമ്മിൽ ഉരസി അവിടെ ചൂട് വരും. വെറുതെ വിരലുകൾ തമ്മിൽ 2 എണ്ണം ഉരസി ഒക്കെ അവിടെ ചൂടാകും. അപ്പം അഗ്നിയെ ലഭിക്കാൻ വലിയ പാടൊന്നും ഇല്ല. നീ സ്തോതാവിനെ നിന്നെ സ്തുതിക്കുമ്പോൾ അത് നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്തുതിക്കുന്ന എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഗ്നിയെ സമീപിക്കേണ്ടത്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നിയെ സമീപിക്കുമ്പോൾ ആ ശാസ്ത്രത്തെ നോക്കിയിട്ട് അതുമാതിരി പ്രകടമാകും. ഒരു ബൾബിലോട്ട് നമ്മൾ വൈദ്യുതി കടത്തുമ്പോൾ ബൾബ് ചിന്തിക്കും, ഈ ശാസ്ത്രപ്രകാരം ഇതിലോട്ട് കടന്നു പോകുമ്പോൾ എന്താണ് ഞാനായിത്തീരേണ്ടത്. അപ്പം ഒന്ന് തോന്നും വെളിച്ചമായിട്ടാണ് തീരേണ്ടത്, അത് വെളിച്ചമായിട്ട് വരും. ഒരു ഇസ്തിരിപ്പെട്ടിയുടെ വൈദ്യുതി കടക്കുമ്പോൾ അത് ആ അഗ്നി ചിന്തിക്കും സയൻസിലൂടെ ഞാൻ എന്താണ് ആകേണ്ടതെന്ന്. അപ്പോൾ അതിന് തോന്നും അത് ചൂടായിട്ടാണ് വേണ്ടത്. വേറെ കോയിലൂട്ടിയാണെങ്കിൽ അഗ്നി ചിന്തിക്കും ഞാൻ എന്താണ്, അപ്പോൾ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് വരണം. ഇങ്ങനെ അത് നമ്മൾ സ്തുതികളെ അത് ശ്രദ്ധയോടെ ശ്രദ്ധിക്കും. അത് ആയുസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ ആയുസ്സിനെയും വർദ്ധിപ്പിക്കും. നമ്മൾ ആയുസ് നിലനിൽക്കുന്ന ശരീരത്തിൽ ചൂട് നിൽക്കുന്നിടത്തോളം കാലമാണ്. അതുകൊണ്ട് എത്രമാത്രം ആയുസ്സുണ്ടോ അത്രയും ശരീരത്തിൽ അത് ചൂട് നിലനിർത്തുന്നിടത്തോളം നമുക്ക് ആയുസ്സും കിട്ടും. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44 7 കോദാരം വിശ്വവേദസം സംഹിത്വാ വിഷയിന്ധതേ സ ആവഹ പുരുഹൂത പ്രചേതസോഗ്നേ ദേവാമിഹദ്രവത്. മനുഷ്യർ അഗ്നിയെ ഉത്തമമായ രീതിയിൽ പ്രജ്വലിപ്പിക്കുന്നു. അഗ്നി ജ്ഞാനികളായ ദേവഗണങ്ങളെ ഈ സ്ഥലത്ത് കൊണ്ടുവരുന്നു. ഇവിടെ ജ്ഞാനികളായ മനുഷ്യരോട് പറയുകയാണ്, ഉത്തമമായ മാർഗത്തിൽ അതിനെ പ്രജ്വലിപ്പിക്കും. പ്രോജ്വലിപ്പിക്കും എന്ന് പറയുമ്പോൾ ഉത്തമമായ മാർഗത്തിൽ കൂടി ശരിയായ ശാസ്ത്രത്തിൻ്റെ തത്വം ഉപയോഗിച്ചിട്ട് അഗ്നിയെ നിങ്ങൾ ഉണർത്തൂ. എങ്ങനെയെല്ലാം ഉണർത്താം? ചൂടായിട്ട് ഉണർത്താം, വെളിച്ചമായിട്ട് ഉണർത്താം, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് എങ്ങനെയോ ഉണർത്താം. എന്നിട്ട് ജ്ഞാനികളായ ദേവഗണങ്ങളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ ജ്ഞാനത്തിലൂടെ പുതിയ പുതിയ ദേവതകളെ ഇവിടത്തേക്ക് കൊണ്ടുവരും. ദേവത എന്ന് പറഞ്ഞാൽ പുതിയ വസ്തുക്കൾ. അപ്പം അഗ്നിയുടെ സഹായത്താൽ നമ്മൾ ചോറ് അരിയും വെള്ളവും കൊടുത്തിട്ട് അഗ്നിയുടെ സഹായത്താൽ അഗ്നിയെ ആഹൂതി അർപ്പിക്കുമ്പോൾ അത് പുതിയ ദേവതയെ നമുക്ക് കൊണ്ടുതരും. എന്താണ് പുതിയ ദേവത? ചോറ്. നമ്മൾ കൊടുക്കുന്നത് അരിയും വെള്ളവും. അഗ്നി എന്ത് ചെയ്യും? വേറൊരു ദേവതേനെ നമുക്ക് കൊണ്ടുതരും. എന്താണ്? ചോറ്. ചോറും ദേവതയാണ്. നമ്മളെ ശരീരം പുഷ്ടിപ്പെടേണ്ടിട്ട് ചോറ് തിന്നണം. അല്ലാതെ ചോറിൻ്റെ ഒരു പടവ് എടുത്തിട്ട് വിളക്കും കത്തിച്ച് വെച്ചിട്ട് ചോറ് എൻ്റെ ശരീരം പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് പുഷ്ടിപ്പെടുത്തില്ല. അല്ലെങ്കിൽ മന്ത്രം ചൊല്ലിക്കൊണ്ടൊന്നും ചോറ് പുഷ്ടപ്പെടുത്തില്ല. ചോറ് പുഷ്ടപ്പെടുത്തേണ്ടിക്ക് ഈ മന്ത്രം പറയുന്നത് പോലെ അരിയും വെള്ളം എടുത്തിട്ട് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി അതിനെ വേറൊരു ദേവതയാക്കി മാറ്റി ചോറാക്കി മാറ്റി നമുക്ക് തരും. അത് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തും. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44 8 സവിതാരം ഉഷസം അശ്വിന ഭഗമഗ്നിം വിഷ്ടിഷുക്ഷഭഃ കണ്വാസസ്ത്വാ സുതസോമാസ ഇന്ധതേ ഹവ്യഭാഗം സത്വര. അഗ്നി പ്രാതകാലത്ത് അശ്വിനികൾ, ഭഗൻ, സവിതാവ്, ഉഷസ്, അഗ്നി ഇവരെ ഇവിടെ കൊണ്ടുവരുന്നു. സോമം നിഷ്പന്നമാകുന്ന യജമാനൻ അഗ്നിയാണ്. അഗ്നി ഹവിർവാഹകനെ പ്രദീപ്തമാക്കിക്കൊണ്ട് ഇരിക്കുന്നു. 8 അഗ്നിയോട് പറയുകയാണ്, യജ്ഞങ്ങളുടെ അധിപനായ അഗ്നിയോട് പറയുകയാണ്, നീ പ്രഭാതകാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ നീ ആരെയെല്ലാം കൊണ്ടുവരണം? അശ്വിനി കുമാരന്മാരെ കൊണ്ടുവരണം. സൂര്യൻ ഭൂമിയിൽ ബലം പ്രയോഗിക്കും. ആ ബലങ്ങളെ
രണ്ടായിട്ട് എന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഒരു ഫലത്തെ രണ്ടായിട്ടാണ്, ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, വെർട്ടിക്കൽ കോമ്പോണന്റ്. അതിനെയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത്. ഇപ്പം സൂര്യനിൽ നിന്നുള്ള സൂര്യൻ വരുമ്പോൾ അത് നമ്മളെ ആകർഷിക്കും. ആ ആകർഷണ ഫലത്തിന് എത്രയുണ്ട്? ദ്വയമായിട്ടാണ് വരുന്നത്, ഹൊറിസോണ്ടൽ കോമ്പോണന്റും വെർട്ടിക്കൽ കോമ്പോണന്റും. മുമ്പ് പറഞ്ഞതാണ്. അതിനെയാണ് അശ്വനി കുമാരന്മാർ വരുന്നത്. അപ്പം അശ്വനി കുമാരന്മാരെ കൊണ്ടുവരും, ഉഷസ്സോടുകൂടി വരും. അതിൻ്റെ കൂടെ ഊർജമുണ്ട്, സവിതാവ് സൂര്യനുമുണ്ട്, ഭഗനും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. അപ്പം ഇതെല്ലോട് കൂടിയിട്ടാണ് ആ അഗ്നി രാവിലെ പ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അവിടെ സൂര്യനുണ്ട്, അശ്വനികുമാരന്മാരുണ്ട്, വെളിച്ചമുണ്ട്, അങ്ങനെ പലതും ആകർഷണ ബലമെല്ലാം ഉണ്ട്. എന്നിട്ട് നീ എന്ത് ചെയ്യുന്നു? സോമത്തെ നിഷ്പക്ഷ അന്നമാക്കി മാറ്റും. സോമത്തെ എല്ലാം അന്നമാക്കി മാറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോമം എന്ന് പറഞ്ഞാൽ നീര് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ചെടികളിലുള്ള നീരിനെ എല്ലാം എന്താക്കി അന്നമാക്കിയിട്ട് പഴങ്ങളായിട്ടെല്ലാം മാറ്റും. ചെടികൾ സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ചിട്ട് അതിൽ കഴിക്കുന്ന അതിൻ്റെ അകത്തുള്ള നീരിനെയെല്ലാം എടുത്തിട്ട് ഭക്ഷണമാക്കി മാറ്റിയിട്ടാണ് ചെടികൾ വളരുന്നത്. ചെടികൾ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം തന്നെയാണ് പഴത്തിലെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, നീരിൽ. നീ ഹവിർവാഹകനെ പ്രദീപ്തമാക്കിക്കൊണ്ടിരിക്കും. ഏതൊരു ഹഫിസിനെയാണോ നീ സ്വീകരിക്കുന്നത് അതിനെ ഉജ്ജ്വലമാക്കി തീർക്കും. അരിയാണ്, വെള്ളത്തെയാണ് ഹവിസായിട്ട് അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉജ്ജ്വല വസ്തുക്കളാക്കി മാറ്റുന്നതാണ്. ഉജ്ജ്വല വസ്തുക്കൾ ചോറാക്കിയിട്ട് മാറ്റും. വെണ്ടയ്ക്കയും പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉജ്ജ്വലമായ സാമ്പാറാക്കിയിട്ട് തരും. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44-9. പതിർഹ്യധ്വരാണാം അഗ്നേ ദൂതോ വിശ്വാസമസി ഉഷർബുധ ആവഹ സോമപീതയേ ദേവാം അഭ്യസ്വർദൃശഃ. അഗ്നി യജ്ഞത്തിൻ്റെ സ്വാമിയും പ്രജകളുടെ ദൂതനുമാണ്. പ്രഭാതത്തിൻ്റെ ചൈതന്യത്തെയും പ്രകാശദർശികളായ ദേവഗണത്തെയും സോമപാനത്തിനായി അഗ്നി ഇവിടെ കൊണ്ടുവരുന്നു. പറയുകയാണ്, അഗ്നി നീ യജ്ഞത്തിൻ്റെ സ്വാമിയാണ്, എല്ലാ യജ്ഞങ്ങളുടെയും സ്വാമിയാണ്. യജ്ഞങ്ങളെയെല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത്, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ അതിനെല്ലാം മുന്നോട്ടേക്ക്, അടുപ്പിൽ എന്തെങ്കിലും വേവിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ അഗ്നിയാണ്. ജനങ്ങളുടെ ദൂതനാണ്. നമ്മൾ പറയുന്ന അനുസരിച്ചാണ് അഗ്നി ചെയ്യുക. നമ്മളൊരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അരിയും വെള്ളത്തെയും ചോറാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ അഗ്നി എന്ത് ചെയ്യും? ആ വസ്തുക്കളോടെല്ലാം പറയും നീ മാറിയിട്ട് ചോറായി മാറുക. അല്ലെങ്കിൽ ദൂതൻ എന്ന നിലയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ശബ്ദരൂപത്തിലാണ് അത് വേറൊരാളിലേക്ക് എത്തുന്നത്. നമ്മൾ സന്ദേശങ്ങൾ നമ്മളിൽ നിന്നും വേറൊരാളേക്ക് കൈമാറുന്നത് ശബ്ദോർജം എന്ന രൂപത്തിലാണ്. അത് ദൂത് പോവുകയാണ്. പ്രഭാതത്തിലെ ചൈതന്യം, ഒരു ദിവസത്തിൻ്റെ ആരംഭം സൂര്യനാട് വരുമ്പോൾ ആ സൂര്യനോട് കൂടി പലതരത്തിലുള്ള ഊർജങ്ങളാണ് ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ചൈതന്യമുള്ളതാക്കി തീർക്കുന്നത്. പ്രകാശോർജം വരും, സൂര്യൻ വരുന്നതനുസരിച്ച് അഗ്നി വരും, ആകർഷണ ബലം വരും, അങ്ങനെ പലതും കയറി വരും. പ്രകാശദർശികളായ ദേവഗണത്തെയും സോമപാനത്തിനായി നീ ഇവിടെ കൊണ്ടുവരുന്നു. സോമപാനത്തിനായി എല്ലാ ദേവതകളെയും ഇവിടെ കൊണ്ടുവരും. ഉദാഹരണമായിട്ട് സൂര്യൻ വരുമ്പോൾ ചെടികളിൽ ദേവതകളെ കൊണ്ടുവരും. ചെടികളിൽ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാകുന്നത്? ഭൂമിയിൽ നിന്നുള്ള വെള്ളത്തെ തടിയിലൂടെ വലിച്ചിട്ട് ഇലയിലെത്തിക്കും. അതെല്ലാം സൂര്യൻ്റെ ആകർഷണ ബലമെല്ലാം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇലയിലെത്തിക്കും. എന്നിട്ട് വെളിച്ചത്തെ അവിടെ വീഴ്ത്തിയിട്ട് അതിൻ്റെ അകത്തുള്ള ദേവതകളെ, അതിനുള്ള വസ്തുക്കളെയെല്ലാം കൂട്ടി ചേർത്തിട്ടാണ് അത് ഭക്ഷണമാക്കി ഫലങ്ങളെല്ലാമായിട്ട് ആ ചെടിയുടെ ഭക്ഷണമായിട്ട് മാറുന്നത്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44-10. അഗ്നേ പൂർവ അനൂഷസോ വിഭാവസോ ദീദേധ
വിശ്വദർശതഃ അസി ഗ്രാമേഷു അവിത പുരോഹിതോസി യജ്ഞേഷു മാനുഷഃ. പ്രകാശരൂപനും ധനത്തിൻ്റെ സ്വാമിയുമായവനും ദർശന യോഗ്യനുമായ അഗ്നി പൂർവകാലത്തിലും ഉഷസ്സോടുകൂടി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യഹിതത്തിനു വേണ്ടി അഗ്നി ഗ്രാമങ്ങളുടെ സംരക്ഷകനും യജ്ഞത്തിൽ പുരോഹിതനും ആയിരിക്കുന്നു. ഇത് തന്നെയാണ് പറയുന്നത്, അഗ്നി നീ പ്രകാശത്തിന്റെ രൂപമാകുന്നു. അഗ്നി പ്രകാശ രൂപത്തിൽ വരും, ധനത്തിന്റെ സ്വാമിയാകുന്നു. എന്ത് ധനം കിട്ടണ്ടെങ്കിൽ അഗ്നി ഉപയോഗിച്ച് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സാധനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിറ്റിട്ട് ധനം നേടാം. എല്ലാവർക്കും ദർശനയോഗ്യമാകുന്നു. നിന്നെ എല്ലാവർക്കും ദർശിക്കാൻ പറ്റുന്ന, നമുക്ക് എല്ലാവരെയും ദർശിക്കാൻ പറ്റുന്നത് ഈ വെളിച്ച രൂപത്തിലുള്ള അതിൻ്റെ അഗ്നിയുടെ വെളിച്ച രൂപമാണ്. നീ പൂർവ്വകാലത്തോടും ഉഷസ്സോടു കൂടി വന്നു. പണ്ട് കാലത്തും നീ സൂര്യൻ്റെ കൂടെ പ്രഭാതത്തിൽ അഗ്നി വന്നിരുന്നു, ജ്വലിച്ചുകൊണ്ട് വന്നിരുന്നു. മനുഷ്യരുടെ ഹൃദയത്തിന് വേണ്ടി അങ്ങ് ഗ്രാമങ്ങളിലെ സംരക്ഷിച്ചിരുന്നു. ഗ്രാമങ്ങളിലെല്ലാം, പണ്ട് കാലത്ത് ഗ്രാമങ്ങളാണല്ലോ, അന്നെല്ലാം അഗ്നി തന്നെ, അഗ്നിയുടെ സഹായത്താലാണ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. അതുകൊണ്ട് ഗ്രാമങ്ങളെ സംരക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നീ എല്ലാ യജ്ഞങ്ങളുടെയും പുരോഹിതനാണ്. എല്ലാ യജ്ഞങ്ങളും അഗ്നിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇനി 11. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44-12. യത് ദേവാനാം മിത്രമഹ പുരോഹിതോന്തരേ യാസിദൂത്യം സിന്ധോരിവ പ്രസ്നിയതാസ ഊർമയോരഗ്നേ പ്രാജന്തേ അർച്ചയഃ. മിത്രങ്ങളുടെ ഹിതൈഷിയായ അഗ്നി യജ്ഞത്തിൽ പുരോഹിത രൂപത്തോടുകൂടി ദേവകർമ്മങ്ങളെ പ്രാപിക്കുമ്പോൾ അതിൻ്റെ ജ്വാലകൾ സമുദ്രത്തിലെ തിരമാലകൾ പോലെ വേഗത്തോടും ധ്വനിയോടും കൂടി പ്രകാശിക്കുന്നു. അഗ്നിയോട് പറയുകയാണ് ദേവാർച്ചന. എന്തെങ്കിലും അർച്ചിക്കുമ്പോൾ അതിൻ്റെ സാധനകൾ, അതിനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അർപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ വേറൊരു രൂപത്തിൽ, എന്തോ രൂപത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അർപ്പിക്കുന്നത്. അതിനെ സാധിപ്പിച്ചെടുക്കുന്നത് നീയാണ്. പിന്നെയോ, നീ ഹോതാവ് തന്നെയാണ്. നീയാണ് അതിൻ്റെ എല്ലാ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഋത്വിജന്മാർ, അത് ചെയ്യുന്നവരിൽ ഉള്ള ജ്ഞാനവും നീ തന്നെയാണ്. ആ ജ്ഞാനവും അഗ്നി ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ കർമ്മം ചെയ്യും. അപ്പോൾ ആ ജ്ഞാനം എന്നതും അഗ്നിയായിട്ട് ബന്ധിപ്പിച്ചാണ് കിടക്കുന്നത്. വേഗേറിയ ദൂതനും, വേഗത്തിൽ നീ ദൂത് പോകുന്നു. നീ സന്ദേശങ്ങൾ വളരെ പെട്ടെന്ന് കൈമാറാൻ കഴിവുള്ളവനാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം ദൂതനായിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അവിനാശിയാണ്, നീ ഒരിക്കലും നശിക്കുന്നില്ല. എനർജീനെ നമുക്ക് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റില്ല, അതിൻ്റെ രൂപം മാറ്റാം. മനുവിനെ പോലെ ഞാൻ സ്വഭരണത്തിൽ നിന്നെ സ്ഥാപിക്കുന്നു. മനുവിൻ്റെ കാലം ഓരോ മന്വന്തരങ്ങളാണ്. ഓരോ മന്വന്തരത്തിൻ്റെ തുടക്കമുള്ള ശക്തിയാണ് മനു എന്ന് പറയുന്നത്. അപ്പം മനുവാണ് മന്വന്തരങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണുള്ളത്? അഗ്നിയുടെ സഹായത്തിലാണ് ഈ സൃഷ്ടി മുഴുവൻ നടത്തിയിരിക്കുന്നത്. ദ്രവ്യങ്ങളായി ഈ പ്രപഞ്ചമായി മാറി. അതുപോലെ ഞങ്ങളും നിന്നെ സ്വന്തം ഭവനത്തിൽ സ്ഥാപിക്കുന്നു. അഗ്നിയെ എല്ലാ ഭവനത്തിലും വേണം. ചോറ് വെക്കാൻ വേണം, നമുക്ക് വെളിച്ചത്തിന് വേണം, മുറി ചൂടാക്കാനോ തണുപ്പിക്കാനോ എല്ലാം AC വേണം, ഇങ്ങനെ ഇസ്ത്രി ഇടാൻ വേണം, എല്ലാ ആവശ്യത്തിലും. അതുകൊണ്ട് നമ്മൾ നിന്നെ ഭവനത്തിൽ സ്ഥാപിക്കുന്നു. ഇനി 12. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 44-11. നീത്വാ യജ്ഞസ്യ സാധനമഗ്നേ ഹോതാരമിർത്തിജം മനുഷ്യദേവ ധീമഹി പ്രചേതസം ജീര ദൂതം അമർത്യം. അഗ്നി ദേവാർച്ചനയുടെ സാധനയും ഹോതാവും ഇർത്തിജരിൽ ജ്ഞാനിയും വേഗതയേറിയ ദൂതനും അവിനാശിയുമാണ്. ഞങ്ങൾ നിന്നെ ഭവനങ്ങളിൽ സ്ഥാപിക്കുന്നു.
എല്ലാ ഹിതങ്ങളുടെയും ഹിതങ്ങൾ, നമ്മുടെ ഹൃദങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നതിൻ്റെ പിന്നിലുള്ള അഗ്നി, നീ യജ്ഞത്തിൽ പുരോഹിതനായി നിന്നുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നീ നിന്നുകൊണ്ട് ദേവകർമ്മങ്ങളെ പ്രാപിക്കുമ്പോൾ എല്ലാ ദേവതകളെയും വസ്തുക്കളെയും പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം പ്രാപിച്ചിട്ട് അവയെ പരിവർത്തനം ചെയ്ത് വേറൊന്നാക്കി മാറ്റുമ്പോൾ, ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ, അരിയായാലും വെള്ളമായാലും അതിനെയെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ദേവകർമ്മങ്ങളെ പ്രാപിക്കുമ്പോൾ, അരിയും വെള്ളവും ചേർത്ത് ചോറാക്കി മാറ്റുമ്പോൾ ജ്വാലകൾ എന്താകും? അതിലേക്ക് കൊടുക്കുന്ന അഗ്നിയുടെ ജ്വാലകൾ സമുദ്രത്തിലെ തിരമാലകൾ പോലെ വേഗത്തിൽ പ്രവഹിക്കും. സമുദ്രത്തിലെ തിരമാല പോകുന്ന പോലെയാണ് അഗ്നി ഇങ്ങനെ കത്തിജ്വലിക്കുന്നത്. അതിൻ്റെ കൂടി എന്തുണ്ട്? ശബ്ദവും പുറപ്പെടുവിച്ചു, ശബ്ദവും ഉണ്ടാകും. അഗ്നി കത്തുമ്പോൾ ശബ്ദവും ഉണ്ടാകും. അതുപോലെ എന്തുണ്ട്? പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രകാശവും ഉണ്ടാകുന്നുണ്ട്. ഇനി 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 44-13. ശ്രുതിഷുത്കർണ വഗ്നിഭിർദേവൈരഗ്നേ സയാവതിഹി ആസീദന്തു ബർഹിഷി മിത്രോ അര്യമാ പ്രാതര്യാവാണോ അധ്വരം. ഞങ്ങളുടെ സ്തുതിവചനങ്ങൾ ശ്രവിക്കുവാനും മിത്രൻ, അര്യമ തുടങ്ങിയ പ്രഭാതത്തിലുണരുന്ന എല്ലാ ദേവതകളോടുകൂടി യജ്ഞത്തിലെ കുശാസനത്തിൽ വിരാജിക്കാനും അഗ്നിയോട് അപേക്ഷിക്കുന്നു. അഗ്നിയോട് പറയുകയാണ്, നമ്മുടെ സ്തുതിവചനങ്ങൾ കേൾക്കുമ്പോൾ, അപ്പം നമ്മൾ ശാസ്ത്രീയമായി നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുമ്പോൾ, അതായത് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നീ മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ നിങ്ങളെ വിളിക്കുമ്പോൾ, സൂര്യൻ പ്രഭാതത്തിൽ ഉണരുന്ന സൂര്യനോടൊപ്പം എല്ലാ ദേവതകളോടും കൂടി, അതായത് അതിനെന്തെല്ലാമാണോ നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടത് അതോടുകൂടി യജ്ഞത്തിലെ കുശാസനത്തിൽ വന്നിരിക്കുക. കുശാസനം എന്ന് പറയുമ്പോൾ അഗ്നി ഇരിക്കാനുള്ള സീറ്റാണ്. അഗ്നിയെ അത്തരം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ വിളിച്ചിരുത്തുന്ന എവിടെയാണ്? കോപ്പർ ഇൻസുലേറ്റഡ് വയറിലാണ്. അതിലാണ് വൈദ്യുതി ഉണ്ടാവുക. കുശം പുല്ല് എന്ന് വരുമ്പോൾ നമ്മൾ ഇലക്ട്രിക് കോയിലായി തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ അനുകൂല സാഹചര്യത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ വിളിക്കുമ്പോൾ എന്തുവരും? അത് കുശാസനത്തിൽ വന്നിരിക്കും. എന്ന് കുശാസനത്തിൽ നിന്നും വൈദ്യുതി രൂപത്തിൽ അത് രൂപാന്തരം പ്രാപിച്ച് പുറത്തേക്ക് ഒഴുകും. ഇനി 14 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 44-14. ശുണ്ണൊന്തു സ്തോമം മരുത സുദാനവോഗ്നി ജിഹ്വ ഹൃദാവൃഥ പിബത് സോമം വരുണോ ധൃതവൃതോ അശ്വിഭ്യാമുഷസാ സജു. മംഗളകാരിയായ അഗ്നി ജിഹ്വയിൽ കൂടി ഹവിസ് ആസ്വദിക്കുന്ന മരുദ്ഗണം നമ്മുടെ സ്തുതികളെ ശ്രവിക്കണമേ. ദൃഢവൃതനായ വരുണനും അശ്വിനികളും ഉഷസ്സോടുകൂടി സോമപാനം ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുതി ജിഹ്വയിൽ കൂടി, മംഗളകാരിയായ ഈ അഗ്നി ജിഹ്വയിൽ കൂടി തരംഗരൂപത്തിൽ എവിടെ എത്തണം? മരുദ്ഗണങ്ങളെ സ്തുതികൾ കേൾക്കണേ, ശ്രവിപ്പിക്കണേ. അപ്പം നമ്മുടെ സ്തുതികൾ മരുദ്ഗണങ്ങളിൽ പോലും എത്തേണ്ട തരത്തിൽ നീ പ്രവർത്തിക്കണം. മരുദ്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തുള്ള സംഗതികളാണ്. ആകാശത്തിലെ പ്രപഞ്ചഘടനയിൽ ആകെ 49 മരുദ്ഗണങ്ങളാണുള്ളത്. അവിടെ വരെ നമ്മളെ സ്തുതികളെ നീ മരുദ്ഗണങ്ങളുമായിട്ട് ചേർക്കണം. പറഞ്ഞതിൻ്റെ അർത്ഥം തരംഗരൂപത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് വേവ്സ്, കുശാസനത്തിലിരിക്കുന്ന വൈദ്യുതി, അതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് സിഗ്നൽസ് എതുവരെ പോകും? മരുദ്ഗണങ്ങൾ ഈ നമ്മുടെ സൗരയൂഥ സിസ്റ്റവും കഴിഞ്ഞിട്ട് പോകും.
ദൃഢവ്രതനായ വരുണനും, വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. അപ്പൊ കുശാസനത്തിലെ ആറ്റങ്ങളിലുള്ള ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണാണ് വൈദ്യുതിയായിട്ട് കോയിലൂടെ ഇൻഡ്യൂസ് ചെയ്തിട്ട് തരംഗ രൂപത്തിൽ പ്രവഹിക്കുന്നത്. ഓർബിറ്റിൽ, ആ ആറ്റത്തിൻ്റെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് കോയിലുകളിൽ പ്രവഹിക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് പ്രവഹിക്കുന്നത്. ഏതിൻ്റെ സഹായത്തോടു കൂടി? വരുണനും അശ്വനി കുമാരന്മാരും. അപ്പോൾ അവിടെ ഒരു ബലമുണ്ട്. ഒരു ബലവും പ്രയോഗിച്ചാലേ ഇത് പ്രവഹിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ വെച്ചിട്ട്, അതാണ് കുശാസനം, അതിലാണ് ഊർജമുള്ളത്. അതിനെ അശ്വനി കുമാരന്മാർ തിരിക്കുമ്പോൾ, ബലമുപയോഗിച്ച് തിരിക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത്, എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. അതോടുകൂടി നീ സോമം പാനം ചെയ്യട്ടെ. നമ്മൾ കൊടുക്കുന്ന സോമം, നമ്മൾ കൊടുക്കുന്ന ഊർജം എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. ജനറേറ്ററിൽ വൈദ്യുതി ഉണ്ടാക്കണ്ടെങ്കിൽ തിരിക്കും, മെക്കാനിക്കൽ എനർജി കൊടുക്കും. ആ മെക്കാനിക്കൽ എനർജിയാണ് അവിടെ സോമം. അതിനെ ആ കോയിലെടുത്തിട്ട് അതിലുള്ള ആറ്റങ്ങളിലുള്ള ഓർബിറ്റുകളും അതിലുള്ള ഇലക്ട്രോണെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് വൈദ്യുതിയായിട്ട് മാറുന്നതും. ഈ വൈദ്യുതി തന്നെ കോയിലോട്ട് പ്രവഹിക്കുമ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലായിട്ട് മാറുന്നത്.